ഒമാനിൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഗൾഫ് രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്കും ട്രംപിനും എതിരാവുകയാണോ ചെയ്യുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലൂടെയും പ്രവർത്തികളിൽ കൂടെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ഒരു വാചക വഴി അത് മറ്റൊരു അബദ്ധം ആണ്. ഒമാനിൽ ബോംബിടുന്നു പറയുന്നു. ഒമാനും ഇറാനും നല്ല സുഹൃത്തുക്കളാണ്, അവർ തമ്മിൽ ശത്രുതയൊന്നുമില്ല. ആകെ സത്യത്തിൽ ഈ യുദ്ധ സമയത്ത് ഒമാനിൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. ആരുടെ? ഇറാൻ്റെ വകയായിട്ട്. ഇറാൻ അവിടെ മിസൈൽ ഇടിച്ചു. കാരണം എന്താ? കാരണം അമേരിക്കയുടെ ചില ഇൻസ്റ്റലേഷൻസ് ഒമാനിലുണ്ട്, അതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തത്. ഒമാനിൽ അമേരിക്കയുടെ റഡാറുകൾ ഇരിപ്പുണ്ട്. ആ റഡാറുകൾ വെച്ചിട്ടാണ് അവർ ഹോർമൂസ് കടലെടുക്കാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ഇറാൻ്റെ നേരെ ഇറാൻ്റെ കപ്പലുകൾ, അതുപോലെ ബോട്ടുകൾ, അവർ വാട്ടർ മൈൻ ഇടുന്ന സംവിധാനങ്ങൾ, ഇതിൻ്റെയൊക്കെ നേരെ ആക്രമണം വന്നപ്പം ഇറാൻ എന്ത് വെച്ചാൽ ഈ റഡാറുകൾ കണ്ടെത്തി നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ അമേരിക്ക ഒരു വലിയ തിരിച്ചടി ഒമാന് കിട്ടി. ഒമാനാണെങ്കിലോ ശരി, അമേരിക്കയ്ക്ക് അവർ ഇതൊക്കെ സഹായം കൊടുത്തിരുന്നു എന്ന് വെച്ചാൽ ഇറാൻ്റെ ശത്രുവായെന്ന് ഒമാനെ കണ്ട് കിട്ടില്ല. ഒമാൻ ഒരിക്കലും അങ്ങനെ ശത്രു ആയിട്ടുമില്ല, ഇറാനോട് നല്ല ബന്ധത്തിൽ പോകുന്നതാണ്. ഒമാൻ ശാന്തമായ രാഷ്ട്രമാണ്, അവിടെ ആരോടും ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ല. ഹോർമുസിൽ വരുന്നവർ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല, അയൽക്കാരോട് കുഴപ്പമുണ്ടാക്കുന്നില്ല, അവർക്ക് ആരോടും ശത്രുതയും ബഹളമൊന്നുമില്ല. അങ്ങനെ രാജ്യത്തെ ആക്രമിക്കുന്ന ട്രംപ് പറയണേ ഒമാനും ഇറാനും കൂടെ ചർച്ച നടക്കുന്നുണ്ട്. എന്തിന്? ഹോർമൂസിൻ്റെ നിയന്ത്രണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ. ഇങ്ങനത്തെ ഒരു പ്രശ്നവും പണ്ടില്ലായിരുന്നു ഈ യുദ്ധത്തിന് മുമ്പ്. ഇറാൻ അതിൻ്റെ മുകളിൽ അവകാശം ഉന്നയിച്ചിട്ടില്ല, ഒമാൻ ഉന്നയിച്ചിട്ടില്ല, അവിടുത്തെ ഒരു രാജ്യവും ഉന്നയിച്ചിട്ടില്ല. അന്ന് ഹോർമൂസ് കടലിലേക്ക് ലോകത്തിൻ്റെ മുഴുവനായിരുന്നു. ഇന്ത്യയുടെ ആയിരുന്നു, പാകിസ്ഥാൻ്റെ ആയിരുന്നു, ഗൾഫ് രാജ്യങ്ങളുടെ ആയിരുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആയിരുന്നു, എല്ലാവരുടെയും ആയിരുന്നു. ലോകത്ത് അമേരിക്ക വരെ ഉപയോഗിക്കായിരുന്നു. പക്ഷേ ഏകപക്ഷീയമായിട്ട് അമേരിക്ക ഇസ്രായേലും കൂടെ യുദ്ധം തുടങ്ങിയതോടുകൂടി ഇറാന് പ്രാദേശികമായിട്ട് ഞങ്ങൾക്ക് മേൽക്കൈയുണ്ട് എന്ന് കാണിക്കേണ്ടി വരുന്നു. ഞങ്ങൾക്കിവിടെ ഒരു ബലമുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലിവറേജ് ഇവിടെയുണ്ട്, അതാണ് കാണിച്ചു കൊടുത്തത്. അതായത് ലോകത്തെ ഈ യുദ്ധത്തിനെതിരായിട്ട് ലോകത്തെ തിരിക്കണമെങ്കിൽ ഇറാന് കാണിച്ചു കൊടുക്കണം, ഞങ്ങളോട് യുദ്ധം ചെയ്താൽ ഞങ്ങളുടെ പ്രാദേശിക ആധിപത്യം വെച്ചിട്ട് ചിലത് ചെയ്യാൻ പറ്റും, അത് ലോകത്തിന് പ്രശ്നമാകും എന്ന് ഇറാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഹോർമൂസ് അടഞ്ഞു പോയത്. അപ്പം തുടക്കത്തിൽ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാൻ്റെ റെജീം ചേഞ്ച്, ഭരണകൂടം മാറണം, അവരുടെ ആണവായുധങ്ങൾ ഇല്ലാതാക്കണം. ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്ന് അമേരിക്ക വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷേ അമേരിക്ക പറയണം ഉണ്ടെന്നാണ്. എന്നിട്ട് അത് ഇല്ലാണ്ടാക്കണം എന്ന് പറയണം. അതായത് ആ സമ്പുഷ്ടീകരിച്ച ആണവ മെറ്റീരിയൽസ് അവിടെ നിന്ന് മാറ്റണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയണ ഇപ്പോൾ അടഞ്ഞു കിടക്കണ ഹോർമൂസ് തുറക്കണം എന്നാ. തുറക്കാൻ ഇറാൻ റെഡിയാ. കാരണം അടച്ചത് ഞങ്ങൾ കാരണമല്ലല്ലോ, നിങ്ങൾ കാരണമല്ലേ അടച്ചത്? ഈ ചോദ്യമാണ് ഇറാൻ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം പാടില്ല എന്ന് ഇറാൻ തുടക്കത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. യുദ്ധം വേണ്ട. അങ്ങനെ വരുന്ന ഒരവസ്ഥയിലോ യുദ്ധം വേണ്ട എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ പോയി. പക്ഷേ ആ രാജ്യം ഒരു കാര്യത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധം തുടങ്ങാൻ പറ്റും, എപ്പോൾ ഇത് അവസാനിപ്പിക്കണതിൻ്റെ സമയം കുറിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നത്. ഇറാനുമായിട്ട് സത്യസന്ധമായ ദീർഘകാലം നിലനിൽക്കേണ്ടിയിരുന്ന ഒരു സമാധാന കരാർ ഇതുവരെ ഉണ്ടായില്ല. കരാർ ഒപ്പിട്ടു. അമേരിക്ക വിശ്വസിച്ച് സ്വിറ്റ്സർലാൻഡിലെ കരാർ ഒപ്പിടാൻ ഇറാൻ തയ്യാറായി. രണ്ടു കൂട്ടരും ചേർന്ന് ഇലക്ട്രോണിക്കായിട്ടൊക്കെ ഒപ്പിട്ടതാണ്. പക്ഷേ ഒപ്പിട്ട കടലാസിൻ്റെ പോലും വില ട്രംപ് അതിനോട് കാണിച്ചില്ല. ആ കരാറില്ലാണ്ടായി. അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത് ഒപ്പിട്ട കടലാസിൻ്റെ വില പോലും ട്രംപിൻ്റെ വാക്കിനില്ല, ഇല്ല കരാറിനില്ല എന്ന് പറഞ്ഞു. ഈ അവസ്ഥയിൽ ഒമാനും ഇറാനും കൂടി ഒരു തീരുമാനം എടുത്തു, ഹോർമൂസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ശരിയാ, തുറക്കണം. തുറക്കുന്നത് എങ്ങനെ വേണം, അത് ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഇരിക്കട്ടെ എന്നാണ്. അപ്പോൾ ഇറാൻ്റെ മാന്യത കാണിക്കുന്നത് ഇറാന് ടോൾ അടച്ചുകൊണ്ട് പൊക്കോട്ടെ എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നെങ്കിലും അങ്ങനെയല്ല. അവിടെ ഈക്വൽ സ്റ്റേക്കുള്ള വേറൊരു പാർട്ടിയുണ്ട്, അതാണ് ഒമാൻ. കാരണം ഈ കടലിടുക്കിൻ്റെ ഒരു വശത്ത് ഒമാനും മറുവശത്ത് ഇറാനുമാണല്ലോ. അതുകൊണ്ട് അവിടെ ടോൾ പിരിവിൽ ഒമാനും പങ്കാളിയാവട്ടെ എന്ന് ഇറാൻ വെച്ചു, രണ്ട് കൂട്ടരോട് ഒരുമിച്ച്. എന്തായാലും ലോകസമാധാനത്തിന് വേണ്ടി തുറക്കണം. അതുകൊണ്ട് ഒമാനും അക്കാര്യത്തിൽ ചർച്ചകളിൽ സഹകരിക്കാൻ തയ്യാറായി. അങ്ങനെ ഇവർക്കിടെ ചർച്ച നടക്കുന്നു. ഈ ഘട്ടം വന്നപ്പോഴാണ് ട്രംപിന് വീണ്ടും ഇളകിയത്. ഇയാൾക്ക് ശരിക്കും ഇളകുക എന്ന് പറയും, ഇതാണ് അവസ്ഥ. ഇളകി എന്ന് തന്നെ പറയണം. അവിടെ തുറക്കാൻ വേണ്ടി രണ്ട് രാജ്യങ്ങൾ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നു. അമേരിക്കയുടെ നേവി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുകൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നവർ മാറിയാൽ തന്നെ അവിടെ തുറന്നോളും, ഒരു കുഴപ്പമില്ല. കാരണം ഇറാനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എണ്ണക്കപ്പലുകളും കൂടെ അവർ ആക്രമിക്കുന്നുണ്ടല്ലോ. എന്തിനാ അത്? ഇറാൻ എണ്ണ വിറ്റോട്ടെ. ഈ ലോകത്തുള്ള UN ഒരു അംഗരാജ്യമല്ലേ. ഇതൊന്നുമല്ല അമേരിക്ക ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം പ്രാദേശികമായിട്ട് ഹോർമൂസ് കടലിടുക്കിനെ ഞെരുക്കിക്കൊണ്ട് ഒരു പദ്ധതി ഇറാൻ ആവിഷ്കരിച്ചു. അതിൽ ഒമാനോട് കൂടാൻ പറഞ്ഞു. ഒമാൻ എന്തായാലും എതിരൊന്നും പറഞ്ഞിട്ടില്ല. ചർച്ച നടക്കുന്നു. ട്രംപിന് ഇഷ്ടമായില്ല. അപ്പോൾ ഒമാനെ ബോംബിടുന്നവരാണ്. ഇതൊരു വശം. പക്ഷേ മൊത്തത്തിൽ ഒമാന് മാത്രമല്ല, മൊത്തം ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ അമേരിക്കയെ കൊണ്ട് എന്താ ഉണ്ടായത്? ഒരു ഉപകാരം ഇല്ലാണ്ടായി. അമേരിക്കയുടെ സൈന്യവും അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ, നാവികത്താവളങ്ങൾ, ഇതെല്ലാം ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം അമേരിക്കയുടെ അത് തന്നെ ഉണ്ടല്ലോ ബഹ്റിനിൽ വരണം.
പിന്നെ നിരവധി വ്യോമകേന്ദ്രങ്ങളുണ്ട്. മൊത്തം 28 30 അമേരിക്കൻ സേനാകേന്ദ്രങ്ങൾ അവിടെയുണ്ട്. ചെറിയ ചെറിയ ഇൻസ്റ്റാളേഷൻസ് എല്ലാം കൊടുക്കുകയാണ് 200 മുകളിലുണ്ട്. റഡാർ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ മറ്റതൊക്കെ ആയിട്ട്. ഇസ്രായേൽ, അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എല്ലായിടത്തും ചേർത്താൽ. പക്ഷേ ഇന്ന് പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾക്ക്, GCC നേഷൻസിന് ഒരു ചിന്ത വന്നിരിക്കുന്നു. ഈ അമേരിക്ക ഇവിടെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. മുമ്പ് കാര്യമില്ലാതെയും കാര്യമുണ്ട് എന്നുള്ള തോട്ടം അവർക്കുണ്ടായിരുന്നത്. അമേരിക്ക അവിടെ ഒരു സംരക്ഷണത്തിലുണ്ട്, അമേരിക്കയുടെ സൈന്യമുണ്ട്, വ്യോമസേനയുണ്ട്, കപ്പൽപ്പടയുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ നോക്കിക്കോളും, അതുകൊണ്ട് അവരുടെ ഇരുന്നോട്ടെ എന്നവർ വെച്ചു. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ വിപ്ലവം ഉണ്ടാവാതിരിക്കാനും അമേരിക്കയുടെ സാന്നിധ്യം സഹായിക്കും. ഗൾഫിലെ രാജാക്കന്മാർക്ക് നിലനിൽപ്പൊരു ഭീഷണിയാണ്. കാരണം ഇറാനിൽ 1979 ഉണ്ടായ പോലെ ഒരു ഇസ്ലാമിക വിപ്ലവം, ജനകീയ വിപ്ലവം ഉണ്ടായാൽ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലെ രാജാക്കന്മാർ വെളിയിലാവും. പകരം മറ്റെന്തെങ്കിലും ഭരണകൂടം വന്നെന്ന് വരാം. അത് അമേരിക്കയ്ക്കും താല്പര്യമില്ല, ആ രാജ്യം ഭരിക്കുന്നവർക്കും താല്പര്യമില്ല. അതുകൊണ്ട് രാജഭരണം നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അതായത് രാജാക്കന്മാരും അമേരിക്ക ഒരുമിച്ച് നിൽക്കുന്നു. ഇതാണ് അവർക്ക് ആകെയുള്ളൊരു മെച്ചം. എന്നാൽ ഇവരുള്ളതുകൊണ്ട് ഇറാനൊന്നും കയറി അറ്റാക്ക് ചെയ്യില്ല, ചില ശത്രുക്കൾ അറ്റാക്ക് ചെയ്യില്ല എന്നൊരു തോന്നലും കൂടെ ഉണ്ട്. അതും ഒരു നല്ല കാര്യമാണ്. നാളെ ഒരു കാലത്ത് ഒരു മുസോളിനിയോ ഒരു ഹിറ്റ്ലറോ യൂറോപ്പിൽ ഉണ്ടാവുകയും അദ്ദേഹം തെക്കോട്ടൊരു ആക്രമണം നടത്തുകയും ചെയ്താൽ ആക്രമിക്കപ്പെടാൻ പോണ ആദ്യത്തെ സ്ഥലം ഗൾഫ് രാജ്യങ്ങളായിരിക്കും. ഓർക്കണം, ഇനിയൊരു ഹിറ്റ്ലർ യൂറോപ്പിൽ ജനിച്ചാൽ അയാൾ ആക്രമിക്കാൻ പോകുന്ന ആദ്യത്തെ സ്ഥലം ഗൾഫായിരിക്കും. എന്തുകൊണ്ട്? എണ്ണയുടെ ആധിപത്യം പിടിക്കണം. ലോകത്തെ ഏകാധിപതിയും ആദ്യം അതേ ആഗ്രഹിക്കുകയുള്ളൂ. വർഷങ്ങൾ മുമ്പ് ഹിറ്റ്ലർ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്പിലെ എണ്ണയുടെ ആധിപത്യം പിടിക്കാനാണ് അദ്ദേഹം റഷ്യ ആക്രമിച്ചത്, റഷ്യൻ മേഖലയിൽ എണ്ണ പിടിക്കാനായിട്ട്. അതുപോലെ തന്നെ ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചു, ഫിലിപ്പീൻസിലുള്ളത്. എന്തുകൊണ്ട്? ഇന്തോനേഷ്യ എണ്ണയുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഏകാധിപതികൾക്ക് നാളത്തെ ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഊർജ്ജത്തിൻ്റെ സ്രോതസ്സുകൾ അവരുടെ കൈ വരണം. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത് എണ്ണയാണ്, അതായത് പെട്രോളിയമാണ്, ക്രൂഡാണ്. ഈ പെട്രോളിയം പിടിക്കാൻ വേണ്ടി തന്നെ നാളെ ഒരു ഹിറ്റ്ലറോ നാളെ ഒരു മുസോളിനി യൂറോപ്പിലുണ്ടായാൽ അവർ റഷ്യ അല്ല ആക്രമിക്കാൻ പോവുക, ഗൾഫിനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സേനാ സാന്നിധ്യം ഗൾഫിലുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് അത് മുതൽക്കൂട്ടാണ്, സുരക്ഷയാണ്, എല്ലാമാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് ആരെ അറ്റാക്ക് ചെയ്യില്ല എന്നാണ് അവർ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇറാനെ പ്രകോപിപ്പിച്ചു, ഇറാൻ തിരിച്ചടിച്ചു. ഗൾഫ് രാജ്യങ്ങൾ സത്യത്തിൽ ആഗ്രഹിക്കുന്നത് ഇറാൻ്റെ നിലവിലെ ഭരണകൂടം മാറുക എന്നുള്ളതാണ്, എന്നിട്ട് അമേരിക്ക ഫ്രണ്ട്ലി ഭരണകൂടം വരിക എന്നുള്ളതാണ്. കാരണം ഇവർ അമേരിക്കയോടൊപ്പമാണ്, ഇവരെ എതിർക്കാത്ത, അമേരിക്ക അനുകൂലിക്കുന്ന ഒരു ഭരണകൂടം ഇറാന് വരുന്നതാണ് അവർക്ക് താല്പര്യം. സംഭവിച്ചില്ല. ഒരുപക്ഷെ റെജിം ചേഞ്ച് ഉണ്ടാവും എന്നവർ പ്രതീക്ഷിച്ചു. അമേരിക്ക ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുന്നു പ്രതീക്ഷിച്ചു. ഒന്നും ഉണ്ടായില്ല. യുദ്ധം നീണ്ടുപോയപ്പോൾ എന്തു പറ്റി? ഗൾഫ് പെട്ടു. സൗദി അറേബ്യയ്ക്ക് വലിയ നഷ്ടമുണ്ട്, കുവൈറ്റിനുണ്ട്, UAEക്കുണ്ട്, ഖത്തറിനുണ്ട്, ഇവർക്കെല്ലാം നഷ്ടമുണ്ട്. ഇറാഖിനും സിറിയയ്ക്കും ലെബനും എല്ലാവർക്കും നഷ്ടമുണ്ട്. എന്നാലും പ്രധാനമായിട്ട് GCC നേഷൻസ് അവർക്കൊരു വലിയ നഷ്ടമുണ്ട്. കാരണം ഹോർമുസിൽ കൂടി അവരുടെ എണ്ണ വെളിയിലോട്ട് വരുന്നില്ല. പിന്നെ ഒരു ലിവറേജ് ഉള്ളത് സൗദി അറേബ്യയ്ക്കായിരുന്നു. കാരണം അവർക്ക് ബാബൽ മന്ദബ് വഴി പുറത്തേക്ക് എണ്ണ കൊണ്ടുവരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ചെങ്കടലിൽ നിന്ന് സുയസ് കനാൽ വഴി ബാബൽ മന്ദബ് കടലിടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒരു കപ്പൽ പാതയുണ്ട്. ആ പാതയിൽ കൂടെ സൗദി അറേബ്യയ്ക്ക് ക്രൂഡ് വെളിയിലോട്ട് അയക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. രണ്ട് വശത്തേക്ക് അയക്കാം. ഒരു വശത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് അത് കൊടുക്കാൻ പറ്റും, മറുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ആ ഒരു കപ്പൽ പാതയിൽ കൂടി ക്രൂഡ് ഓയിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഹൂതികൾ എന്ന് പറയുന്ന വിഭാഗം അവിടെ ആക്രമിക്കുന്നു. അതാണ് ഹോർമൂസ് ആക്രമിക്കപ്പെടുന്നതിനേക്കാളും അല്ലെങ്കിൽ ഹോർമൂസ് അടഞ്ഞു പോകുന്നതിനേക്കാളും സൗദി അറേബ്യയ്ക്ക് ഭീഷണി വരുന്നത്. സൗദിയുടെ എല്ലാ എണ്ണ വിൽപ്പനയും ബ്ലോക്ക് ആവുന്നു. അതായത് കടൽ മാർഗം 2 വഴിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒന്ന് ഹോർമൂസ് കടലിടുക്ക്, രണ്ടാമത്തത് ബാബൽ മന്ദബ് വഴി അഥവാ സൂയസ് കനാൽ വഴി. ഇത് രണ്ടും ബ്ലോക്കായ അവരെന്ത് ചെയ്യും? അവരുടെ എണ്ണ വിൽപ്പന പൂർണ്ണമായിട്ട് നിന്നുപോകും. സൗദി അറാംകോയുടെ എണ്ണ പൈപ്പ് ലൈനിൽ പോലും അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. ഹൂതികൾ ചെറിയ ആക്രമണമല്ല നടത്തുന്നത്. അതുപോലെ ഇറാഖിൽ നിന്ന് ചില മിലിഷ്യാസ്, ഇറാൻ അനുകൂല ഗ്രൂപ്പുകളും സൗദി ആക്രമിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ സംരക്ഷണ കൊട ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല, അവർ പെട്ടു. ഈ അവസ്ഥയിൽ അമേരിക്കയ്ക്കെതിരെ ഗൾഫ് രാജ്യങ്ങൾ തിരിയാണ്. അവർ പറയണത് ഇനി അമേരിക്കയുടെ ഈ സൈന്യത്തിന് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓർക്കണം, ഇവർക്ക് ഇതുകൊണ്ടുള്ള നഷ്ടം ചെറുതല്ല. അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ അവിടെ നിന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ചെലവുകൾ ഒത്തിരി ഇവർ വഹിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടുന്നതെല്ലാം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. ഇതൊക്കെ പോരാഞ്ഞിട്ട് അമേരിക്കൻ ട്രഷറിയിലാണ് ഇവരുടെ എണ്ണപ്പണത്തിൻ്റെ പണം പോയി നിക്ഷേപിക്കപ്പെടുന്നത്. അത് വലിയ തോതിൽ ഇവരുടെ പണം അമേരിക്ക കിടക്കുകയാണ്. അതെല്ലാം ഇവർ പിൻവലിക്കാൻ തീരുമാനിച്ചാലും അമേരിക്ക പ്രശ്നമാവും. എളുപ്പം പിൻവലിക്കാൻ പറ്റുമില്ല. കാരണം അമേരിക്കൻ പട്ടാള സാന്നിധ്യം ഗൾഫിലുള്ളതുകൊണ്ട് നാളെ ഈ പണമൊക്കെ പിൻവലിക്കാൻ വന്നാൽ ഇതേ രാജാക്കന്മാർക്ക് അമേരിക്കയുടെ ശത്രുത സമ്പാദിക്കേണ്ടി വരും. ഇതും ഒരു കുഴപ്പമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് അമേരിക്ക ഗൾഫിൽ സൈനികമായിട്ട് സാന്നിധ്യം അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ഹിതങ്ങൾക്കും എതിരായിട്ട് മാറിയിരിക്കുന്നു. സംരക്ഷണം ഉണ്ടായിരുന്നുവെങ്കിൽ ഓക്കെയാണ്.
ശരിയാണ്, നാളെ ഒരു കാലത്ത് ഒരു ഹിറ്റ്ലറോ മുസോളിനിയോ ഒക്കെ ജനിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നാലേ ഉള്ളൂ. അത് ഇതുവരെ സംജാതമായിട്ടില്ല. അതേസമയം ഇറാനിൽ നിന്നൊരു ഭീഷണി അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതൊരു സ്റ്റാൻഡിങ് ത്രെട്ട് തന്നെയാണ്. ആ ത്രെട്ട് മറികടക്കാനും കൂടിയാണ് അമേരിക്ക അവിടെ നിന്നോട്ടെ എന്ന് അവർ വെച്ചത്. പക്ഷേ അമേരിക്ക ഇറാനെ പ്രകോപിപ്പിച്ചു, ഇറാനെ ആക്രമിച്ചു. ഇസ്രായേൽ അമേരിക്കയോട് ചേർന്ന് ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിച്ചു. തിരിച്ചടി ശക്തമായിട്ടുണ്ടായി. അമേരിക്ക വരെ പോയിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് പകരം അമേരിക്കയുടെ സൈനികർ എവിടെയുണ്ടോ അവിടെ അറ്റാക്ക് ചെയ്തു. നിർഭാഗ്യവശാൽ അത് ഗൾഫ് രാജ്യങ്ങളിലായിപ്പോയി. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഉള്ളത്. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ജനരോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഭരണാധികാരികൾക്കും അവിടുത്തെ ജനങ്ങൾക്കും അമേരിക്കയുള്ള എതിർപ്പ് വർദ്ധിച്ചിരിക്കുന്നു. ഇന്നേ വരെ ഗൾഫിൽ അമേരിക്കയെതിരുണ്ടായ എതിർപ്പിൻ്റെ പരമകോടിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ജനങ്ങൾ മുഴുവൻ എതിരായി. അവിടെയുള്ള ഇന്ത്യക്കാർ തന്നെ എതിരാണ്. അവിടെ എത്രയോ രാജ്യത്ത് നിന്ന് ആൾക്കാർ വന്ന് ജോലി ചെയ്യുന്നു. അവരുടെ ജോലി പ്രശ്നത്തിലായിരിക്കുന്നു. അവരുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവരുടെയും വീടുകളിലുള്ളവർ പോലും അമേരിക്കയെതിരായി, ഇസ്രായേലിനെതിരായി. ഇതാണ് ഇവിടെ ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവസ്ഥാവിശേഷം എന്ന് പറയുന്നത്. കൂടുതൽ രാജ്യങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു. ലോകം മുഴുവൻ, ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ മുകളിൽ താരിഫ് അടിക്കുന്നു. ഇതുപോരായിട്ട് ഗൾഫുള്ള രാജ്യങ്ങളിൽ അറ്റാക്ക് നടത്തി അവിടെ ക്രൂഡ് ഓയിലിൻ്റെ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലവർധന ഉണ്ടായിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മൾ മറ്റ് ചില മാറ്റങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഈ രാജ്യങ്ങൾ ഏതാണ്ട് ഔദ്യോഗിക പ്രസ്ഥാനം വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ആ രാജ്യങ്ങൾ ചിന്തിക്കുന്നത്, എന്തിനാണ് അമേരിക്കൻ സൈന്യം ഈ മണ്ണിൽ നിൽക്കുന്നത്? ഇവരൊക്കെ ഇതെടുത്തുകൊണ്ട് പൊക്കോട്ടെ, ഇവരിവിടെ സൈന്യത്തെ നിർത്തേണ്ട ആവശ്യമില്ല എന്ന് അവർ തുറന്നു പറയണതിൻ്റെ അടുത്ത് തിരിക്കുകയാണ്. അവരത് പറയും. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടും കൂടിയാണ് സത്യത്തിൽ ഒരു സൈനിക സഖ്യം ടർക്കിയും സൗദിയും പാകിസ്ഥാനും കൂടെ ചേർന്നുള്ള സഖ്യം ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് പാകിസ്ഥാനെ എവിടെയെങ്കിലുമൊക്കെ അറ്റാക്ക് നടത്തണമെങ്കിൽ പറ്റിയൊരു സഖ്യകക്ഷിയായിട്ടാണ് വെച്ചേക്കണേ. തുർക്കിക്കും സാമാന്യം മോശമല്ലാത്തൊരു സൈന്യമുണ്ട്. കാരണം അവർ നാറ്റോ അംഗരാഷ്ട്രങ്ങളിലെ രണ്ടാമത്തെ ശക്തിയുള്ള രാജ്യമാണ് ടർക്കി എന്ന് പറയുന്നത്. പിന്നെ ആ മേഖലയിലെ മൂന്നാമത്തെ ശക്തിയുള്ള രാജ്യം എന്ന് പറയുന്നത് ഈജിപ്റ്റാണ്. ബാക്കി എന്ന് പറഞ്ഞാൽ ഇസ്രായേലുണ്ട്. പക്ഷേ അതിനെ ഈ സഖ്യത്തിൽ കൂട്ടവർക്ക് പറ്റില്ല. ഇസ്രായേൽ ഒഴികെയുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ ഒരു വശത്ത് പാകിസ്ഥാൻ, അത് ഇസ്ലാമിക രാജ്യം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് വളരെയധികം മാറിക്കിടക്കുന്ന രാജ്യം, ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൻ്റെ ഭാഗമാണ്. ഇറാനെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. പക്ഷേ ഇറാൻ എല്ലാവരോടും ചർച്ചകൾ നടത്തുന്നുണ്ട്. അമേരിക്കയുടെ സഹായം ഇല്ലാതെ തന്നെ നാളെ ഭീഷണികൾ ഗൾഫ് രാജ്യങ്ങൾക്ക് മുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സഖ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ സഖ്യത്തിൽ ഇന്ന് ടർക്കിയുണ്ട്, പാകിസ്ഥാനുണ്ട്, സൗദിയുണ്ട്. പക്ഷേ നാളെ ഈജിപ്തിലേക്ക് ചേരും. ഇതിൻ്റെ ഒപ്പം തന്നെ ജോർഡാൻ ഉണ്ടാവും, UAE ഉണ്ടാവും, ബഹ്റൈൻ ഉണ്ടാവും, ഖത്തറും കുവൈറ്റും എല്ലാം ഉണ്ടാവും. ഇവരെല്ലാം കൂടെ ചേർന്നുള്ളൊരു വലിയൊരു സഖ്യമായിട്ട് ഇത് മാറാനാണ് സാധ്യത. ആ സഖ്യത്തിൽ ഇന്ന് ഇറാനും സൗദിക്കും ഇതും ഈ മറ്റു രാജ്യങ്ങൾക്കും നടക്കുന്ന ചർച്ചകൾ വിജയിച്ചാൽ നാളെ ഇറാൻ ഈ സഖ്യത്തിലുണ്ടാവും. ഷിയാ സുന്നി വൈരങ്ങൾ മറന്ന് അവർ ഒരുമിച്ച് നിൽക്കേണ്ടി വരും. കാരണം അമേരിക്ക പോലൊരു ഫോഴ്സ് ഇന്ന് അവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി. ഈ പ്രശ്നങ്ങൾ കാരണം വാസ്തവം പറഞ്ഞാൽ എണ്ണക്കച്ചവടം മാത്രമല്ല നിന്നുപോയത്, വലിയ ടൂറിസം ഉണ്ടായിരുന്നു. UAE-ലേക്കൊക്കെ പല രാജ്യങ്ങളിലേക്കും ടൂറിസം ഉണ്ടായിരുന്നു. ആ ടൂറിസം പൂർണ്ണമായിട്ടും നിലച്ചുപോയി. ഇപ്പോൾ അബുദാബിയൊക്കെ ഫ്രീ വിസ കൊടുക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നു? അങ്ങോട്ടൊരു മനുഷ്യൻ പോകുന്നില്ല, ടൂറിസ്റ്റുകൾ പോകുന്നില്ല അങ്ങോട്ട്. അവർ ചെന്നാലേ അതിൻ്റെ വരുമാനം ഉണ്ടാവുള്ളൂ. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റൊക്കെ ഇനി നടക്കാൻ പോകുന്നുണ്ടോ? എത്ര കോടിക്കണക്കിന് ഡോളറിൻ്റെ വരുമാനം അവിടെ ഉണ്ടായിരുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് ഫെസ്റ്റായിരുന്നു. അതൊന്നും നടക്കില്ല. ഇങ്ങനെയുള്ള സ്ഥിതി വന്നതോടെ ആ രാജ്യങ്ങൾ റീതിങ്ക് ചെയ്യാണ്. ആര് കാരണം ഈ പ്രശ്നം ഉണ്ടായി? ഈ യുദ്ധം അവർക്ക് വേണ്ടായിരുന്നു. ശരിയാണ്, ചില ആരോപണങ്ങളുണ്ട് സൗദി പണം കൊടുത്തിട്ടാണ് യുദ്ധം ജയിച്ചെന്നുള്ളത്. ചിലപ്പോൾ ഇത് ശരിയായിരിക്കാം. സൗദി അതിൽ ഇടപെട്ടിട്ടുണ്ടാവും. കാരണം ഇറാൻ്റെ ശത്രുരാഷ്ട്രമായിട്ടാണ് സൗദി കുറച്ച് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 40 വർഷമായിട്ട് സ്വയം അടയാളപ്പെടുന്നത്. ഇറാനും സൗദിയെ ശത്രുരാഷ്ട്രമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവർക്കിടെ വൈരങ്ങളുണ്ട്, ഇല്ലയെന്നല്ല. അതുകൊണ്ട് അവർ ചിലപ്പം അങ്ങനെ ഇടപെട്ടിട്ടുണ്ടാവും. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതിന് സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു യുദ്ധമാണ്, അവർ ക്ഷണിച്ചു വരുത്താത്തൊരു യുദ്ധമാണ് ഇന്ന് അവരുടെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ സ്രോതസ്സുകൾക്കും ഭീഷണിയായിരിക്കുന്നത് എന്ന് ഇന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്, ലോകവും മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ എന്തിനാണ് അമേരിക്ക ഇവിടെ എന്നവർ ചിന്തിച്ചാൽ അതിൽ അതിശയമൊന്നുമില്ല. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട GCC രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒമാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് കൂടെ ഭീഷണി വ്യാപിക്കുകയാണ്. അമേരിക്ക ആക്രമിക്കുന്നതാണ് പറയുന്നത്. ഒപ്പം നിൽക്കുന്ന, ശാന്തമായിട്ട് നിൽക്കുന്ന, ആരോടും വെറുപ്പില്ലാണ്ടോ ശത്രുതയില്ലാണ്ടോ ആരോടും യുദ്ധം ചെയ്യാണ്ടോ നിൽക്കുന്ന ഒരു രാജ്യത്തെ അമേരിക്ക ആക്രമിക്കാൻ തയ്യാറെടുത്താൽ അതിൽ മേഖലയിൽ മുഴുവൻ അശാന്തി ഉണ്ടാകും മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആ മേഖലയിൽ ഇതുകൊണ്ട് അമേരിക്കയുള്ള എതിർപ്പ് വർദ്ധിക്കും. അമേരിക്ക ഒമാനിൽ ബോംബിടാൻ തയ്യാറാവുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം അമേരിക്കൻ നീക്കത്തെ ചെറുക്കാൻ ഏറ്റവും കുറഞ്ഞത് UN-ലോ അവരുടെ പരസ്പരമുള്ള ചർച്ചകളിലോ മുന്നിൽ വന്നു എന്ന് തന്നെ വരും. അമേരിക്കയായിട്ട് യുദ്ധം ചെയ്യാൻ അവർക്കാർക്കും ശേഷിയില്ല. പക്ഷേ അമേരിക്കയായിട്ട് നിസ്സഹകരണം അവർ തുടങ്ങിയെന്ന് വരാം. അമേരിക്ക ഇവിടെ വേണ്ട എന്ന് അവർ ഔദ്യോഗികമായിട്ട് പറഞ്ഞു എന്നും വരാം. ഇത്തരം കാര്യങ്ങളിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അധികം വൈകാതെ ഇതിൻ്റെ പല വെർഷൻസും പല കാഴ്ചകളും നമ്മൾ കണ്ടെന്നും വരും.